ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മുടെ താമരപ്പോട്ടെല്ലാം വെള്ളമൊന്നുമില്ലാതെ ഇരിപ്പുണ്ട്. കണ്ടോ, അവിടെയൊക്കെ വെള്ളം ഒട്ടുമേ ഇല്ല. ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ 2 സമയം നമ്മൾ ചെടിക്കായാലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിപ്പോൾ പറ്റുന്നുള്ളൂ. എല്ലാത്തിനും വെള്ളം പറ്റി, എല്ലാ പോട്ടുകളിലും വെള്ളം ഇല്ലാതെ ഇരിക്കുവാണ്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു നമ്മുടെ വലിയ ഹോസ് ഇട്ട് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മൾ ബക്കറ്റിൽ കൊണ്ടൊഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറുമ്പം നമ്മളങ്ങ് മറിഞ്ഞു പോകും. മറ്റേത് കുറച്ച് വെള്ളം ഹോഴ്സിന് വീഴുമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോട്ടറൊക്കെ ഓൺ ചെയ്തിട്ട് ഞാൻ നിൽക്കുവാണ്. അപ്പോൾ അതിന് ശേഷമേ പിന്നെ ഇനി നിറച്ചിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ചേട്ടനില്ല. ചേട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തു തരുമായിരുന്നു, ആരെങ്കിലും ഒഴിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ആരുമില്ല. ഓസ് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അടിങ്ങിയിരിക്കുന്നത് കാരണം ഓസ് എടുക്കാനും ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ ഒഴിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിലും വെള്ളമില്ല. പെട്ടെന്ന് ഭയങ്കര വെയിലാണ്. ഇപ്പം തന്നെ വെയിലായി, കണ്ട, നല്ല വെയിൽ ഇപ്പോൾ തന്നെയായി. ഇവിടെ നിന്ന് ആ വെയിലത്ത് വേണം ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ ഇപ്പോൾ അങ്ങ് എല്ലാം വാടി വീഴും. അങ്ങനെയാണ്, കണ്ട. ചെണ്ടുമല്ലിയും പെട്ടെന്ന് വാടും കേട്ടോ. ഇതിന് പെട്ടെന്ന് വേര് പോലെ വരുമല്ലോ ഇതിന് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ മണ്ണെല്ലാം അങ്ങ് പോയിട്ട് പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. പിന്നെ ഒന്ന് താമരപ്പോട്ടിൽ വെച്ചത് കാരണം അതിന് ഹോളില്ലല്ലോ. ഹോളില്ലാത്ത കാരണം വെള്ളം നിന്നിട്ട് ഒരു മഞ്ഞ കളറായിപ്പോയി അതിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. എല്ലാത്തിലും പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇനി എന്തായാലും ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ലോട്ടസ് എല്ലാം വിരിഞ്ഞ് നിൽപ്പുണ്ട്. കുറേയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാം സിംഗിൾ പെറ്റലാണ് കൂടുതലും കേട്ടോ. ഇന്ന് കണ്ട, ഇത് കൃഷ്ണ ഒന്ന് കാണിച്ചു തരാം. അതായത് ബ്ലൂ മൂൺ എന്നുള്ള സിംഗിൾ പെറ്റൽ. പിന്നെ ഇത് അവിടെ ഡാൻസിങ് ഇൻ സിംഗിൾ എന്നുള്ള സിംഗിൾ പെറ്റൽ. അങ്ങനെ സിംഗിൾ പെറ്റൽ ഒരു 4 വെറൈറ്റിയോളം പൂത്ത് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് നൈറ്റ് ബ്ലൂമർ 10 മണി വരെയൊക്കെ നിൽക്കും കേട്ടോ. എന്നിട്ടേ ഇത് അണഞ്ഞു പോകത്തുള്ളൂ. അതിൻ്റെ ഒരു പ്ലാന്റൊക്കെ ഉണ്ട് സൈഡിന്. ഇടയ്ക്ക് കുറച്ച് സെയിൽ വീഡിയോയും വരുന്നുണ്ട്. 2-3 ട്യൂബേഴ്സൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതും ആമ്പലും എല്ലാം കൂടെ സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കണ്ട, ഒരു പോട്ടിലും വെള്ളമില്ല കേട്ടോ. ഇത് വൈറ്റ് സോനാണ്, വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ക്യാമില ലവ് അല്ല, ആ പേരേ വരത്തുള്ളൂ കേട്ടോ. എനിക്ക് ക്യാമില ലവ് അല്ല, ഇത് വൈറ്റ് എമറാൾഡ്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത്, അതും കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കൊഴിഞ്ഞു പോവാതെയൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ, ഇതിനെ ഒന്ന് വിരിയിച്ച് കൊടുത്തതാണ് ഞാൻ. കണ്ട, പെറ്റൽസ് കൊഴിയും. ക്യാമില ലവ് പോലെയല്ല. നമ്മൾ ആദ്യത്തെ പെറ്റൽസൊക്കെ അങ്ങ് നമ്മൾ ഇത് ചെയ്യുമ്പം തന്നെ കൊഴിഞ്ഞു പോകും. കണ്ട, വൈറ്റ് എമറാൾഡ്. ഇനി ഒരു ബഡും കൂടെ ഉള്ളൂ, അടുത്തതൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ വളം വെച്ച് കൊടുക്കേണ്ട സമയവും ആയിട്ടുണ്ട്. അതിനൊന്നും സമയം ഇപ്പം തികയുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ടബിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ വീഡിയോ. ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നിറച്ചിട്ട് അല്ലാതെ എനിക്ക് പറ്റത്തില്ല. എല്ലാ പോട്ടും വെള്ളം ഒഴിച്ചു. പിന്നെ എന്ന് ചോദിച്ചാൽ കഴുകാൻ പറ്റില്ല. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് കുറേ പായലിടയ്ക്ക് കിടക്കുന്നുണ്ടോ. ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ പായൽ കിടക്കും. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ വെള്ളം കഴുകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ നല്ലവണ്ണം തൂത്ത് കളഞ്ഞ വെള്ളം ഇല്ലാതെ കിടക്കുള്ളൂ. ഞാൻ ഇപ്പോൾ കുറേ അങ്ങോട്ട് കളഞ്ഞുകൊണ്ട് ഓവിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ്. എൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ അസോള കിടപ്പുണ്ട്. ഞാൻ അസോളയെ കൂടെ കൂടുതലും ഫുള്ളങ്ങ് വെള്ളം ഒഴിച്ചത് തന്നെയാണ്. അത് ഉണങ്ങുമ്പോൾ നമുക്ക് തൂത്തെടുക്കാം, കുറേശ്ശെങ്കിലും എടുക്കാൻ കഴിയും. അപ്പോൾ അസോള കൂടിപ്പോയാലും പ്രശ്നമില്ല. എല്ലാത്തിനും മരുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളങ്ങ് വെള്ളം ഒഴിച്ച് കളയുന്നതല്ലേ. അങ്ങനെ കളഞ്ഞു. ഈ സൈഡെല്ലാം കഴുകി. പക്ഷേ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ സൈഡിലൊക്കെ ഉള്ള അഴുക്കെല്ലാം തൂത്ത് ഇങ്ങോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാളും കൂടെ വേണം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം കൂടെ ചെയ്യുന്നത്. ചേട്ടൻ ഇല്ല. ചേട്ടൻ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു. പക്ഷേ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഞാൻ തന്നെ ഒറ്റയ്ക്ക്. ആ വലിയ ഓസാണ് അത്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എടുത്ത് വെള്ളം നിറയ്ക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഈ ടബിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടുപോയാണ്. ഇപ്പോൾ ഏതൊക്കെയോ ബഡുകളൊക്കെ ഒടിഞ്ഞു. എന്നാലും സാരമില്ല, വെള്ളം പെട്ടെന്ന് ഒഴിച്ച് കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ്
ഞാൻ ഒഴിച്ചത്. വേർത്ത് കുളിച്ച് ഒരു പരുവമായി. ഇത് അത്രയ്ക്ക് വെയിലും ഉണ്ട്, നല്ല പണിയുണ്ട് ഇതിൽ. വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ തറയും കൂടെ കഴുകുക എന്നുള്ളത്. ഇപ്പോൾ കഴുകി, പക്ഷേ എല്ലാ പായലും നമുക്ക് പോയില്ല ഇടയ്ക്കിടയ്ക്കുള്ളത്. ഇനി ചെറിയ ചൂലിട്ട് ഉണങ്ങുന്ന ടൈമിലാകുമ്പോൾ നമുക്ക് എടുത്ത് തൂത്ത് കളയാനായിട്ട് പറ്റും. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരും ഉണങ്ങിക്കിടക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വെയിലാണ്, ഒത്തിരി വെയിലാണ്. എനിക്കിവിടെ മാത്രമേ ഉള്ളൂ, അവിടെ എങ്ങും വേറെ തെങ്ങും ഒന്നുമില്ല. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാം അങ്ങ് വെള്ളവും പറ്റും. ചെടികളാണെങ്കിൽ ചെടികളും അങ്ങ് വാടിപ്പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ. എൻ്റെ ഈ കൊച്ചു ഗാർഡൻ, ചെറുതെന്ന് വെച്ചാൽ ഏറ്റവും ചെറുതാണ്. 750 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ചെറിയൊരു വീടാണ്. അതിൻ്റെ മുകളിലാണ് ഇത്രയും ടബ് വെച്ചേക്കുന്നത്. എപ്പോഴാണ് തലയിൽ കൂടെ വീണെന്നറിയില്ല, ആ ഒരു അവസ്ഥയിലാണ് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി ഗാർഡനൊക്കെ ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്, അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.